ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് എം പി ടെലിഫോൺ ലൈനിൽ ഉണ്ട്. ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്, പ്രതിപക്ഷം രാഷ്ട്രപതിയെ കണ്ടേക്കും എന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇന്ന് രാഷ്ട്രപതിയെ കാണുന്നുണ്ടോ? അത്തരം നീക്കമുണ്ടോ? അല്ല, 10 മണിക്ക് ശ്രീ രാജ്യസഭയിലെ പ്രതിപക്ഷ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ സാന്നിധ്യത്തിൽ ഇപ്പോൾ പ്രതിപക്ഷ കക്ഷികളുടെ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി കക്ഷികളുടെ ഫ്ലോർ നേതാക്കന്മാരുടെ യോഗം ചേർന്നുകൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രപതിയെ കാണുന്ന ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ആ ഫ്ലോർ ലീഡർമാരുടെ യോഗത്തിൽ ചർച്ച ചെയ്യും. ആ ചർച്ച ഏതാണ്ട് 10:30 അവസാനിച്ചാൽ മാത്രമേ ഇതുമായി പാർലമെന്റ് ലോക്സഭയ്ക്കകത്തുണ്ടായ സംഭവവികാസങ്ങളിൽ തുടർ നടപടികൾ എന്താണ് സ്വീകരിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് പ്രതിപക്ഷത്തിന്റെ നിലപാട് വ്യക്തമാക്കാൻ കഴിയുകയുള്ളൂ. ഇതിപ്പോൾ ഈ അടിയന്തര പ്രമേയത്തിനടക്കം ഈ വിഷയം ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് നൽകിയിട്ടുണ്ടല്ലോ. അത് അംഗീകരിക്കാനോ ഈ വിഷയം ചർച്ച ചെയ്യാനോ സ്പീക്കർ തയ്യാറാകും, അല്ലെങ്കിൽ സർക്കാർ തയ്യാറാകുമെന്ന് വിലയിരുത്താനാകുമോ? അല്ല, ഈ വിഷയത്തെ സംബന്ധിച്ച് ആഭ്യന്തരമന്ത്രി സഭയിൽ പ്രസ്താവന നടത്തേണ്ടതാണ്. അതാണ് ഞങ്ങളുടെ ഒന്നാമത്തെ ഡിമാൻഡ്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ പാർലമെന്റുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ, പാർലമെന്റ് അംഗങ്ങളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇന്നലെ സഭയ്ക്കകത്തുണ്ടായ അതിഗുരുതരമായ സുരക്ഷാ വീഴ്ചയുമായി ബന്ധപ്പെട്ട വിഷയം സഭയിൽ തീർച്ചയായും ചർച്ച ചെയ്യേണ്ടതാണ്. അതിന് ഗവൺമെന്റ് തയ്യാറാകേണ്ടതാണ്. ലോക്സഭ സ്പീക്കർ തയ്യാറാകേണ്ടതാണ്. അതൊരു മിനിമം ആവശ്യം മാത്രമാണ്. ഇത്തരം ഗുരുതരമായ സാഹചര്യം ഉണ്ടാകുമ്പോൾ സഭയിൽ ചർച്ച ചെയ്യണം. ചർച്ചയിൽ നിന്ന് ഗവൺമെന്റിന് ഓടാൻ പറ്റില്ല. ഗവൺമെന്റ് ഈ കാര്യത്തിൽ, രാജ്യസുരക്ഷയുടെ കാര്യത്തിലും പാർലമെന്റിന്റെ സുരക്ഷയുടെ കാര്യത്തിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ അവർ ചർച്ചയ്ക്ക് തയ്യാറാകണം. ഇന്നലെ തന്നെ എന്താണ് ഈ സംഭവങ്ങൾ ഉണ്ടായതിനു ശേഷം 2 മണിക്ക് സഭ പിരിഞ്ഞു. 2 മണിക്ക് വീണ്ടും സഭ സമ്മേളിക്കുകയാണ് ചെയ്തത്. ബിസിനസ്സിലേക്ക് പോസ്റ്റ് ഓഫീസ് അമെന്റ്മെന്റ് ബില്ലിന്റെ ചർച്ച ആരംഭിക്കുകയാണ് ചെയ്തത്. യഥാർത്ഥത്തിൽ ഈ കക്ഷി നേതാക്കളുമായി ചർച്ച ചെയ്യാതെ ഉണ്ടായ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ലോക്സഭയിലെ കക്ഷി നേതാക്കളുമായി ഒരു ചർച്ച പോലും നടത്താൻ തയ്യാറാകാതെ 2 മണിക്ക് സഭാ നടപടികൾ നടത്തിക്കൊണ്ടുപോകാനാണ് ഗവൺമെന്റും സ്പീക്കറും ശ്രമിച്ചത്. പിന്നീട് ഞങ്ങൾ പ്രതിപക്ഷ എംപിമാർ നടുത്തളത്തിലിറങ്ങി ബഹളമുണ്ടാക്കിയതിന് ശേഷമാണ് സ്പീക്കർ ചെയറിൽ വന്നിട്ട് സഭാ നടപടികൾ 4 മണി വരെ നിർത്തിവെച്ചിട്ട് 4 മണിക്ക് ലോക്സഭയിലെ കക്ഷി നേതാക്കളുടെ യോഗം അദ്ദേഹം വിളിച്ചു കൂട്ടിയത്. അപ്പോൾ ഞങ്ങൾ ഇന്നലെ ബഹളം ഉണ്ടാക്കിയില്ലെങ്കിൽ ഇന്നലെ സഭ നടത്തിക്കൊണ്ടുപോകാൻ സർക്കാർ തയ്യാറായിരുന്നു. പക്ഷെ ഞങ്ങൾ ഇന്നലെ ലോക്സഭയിലുണ്ടായ അതിഗുരുതരമായ സുരക്ഷാ വീഴ്ചയെക്കുറിച്ചുള്ള കാര്യത്തിൽ തീരുമാനം വേണം. എന്ത് നടപടികളാണ് ഇനി സ്വീകരിക്കാൻ പോകുന്നതിനെ കുറിച്ച് ഞങ്ങൾ ചോദിച്ചു. അതുകൊണ്ടാണ് സ്പീക്കർ കക്ഷി നേതാക്കളുടെ യോഗം വിളിച്ചത്. അല്ലെങ്കിൽ യോഗം വിളിക്കത്തില്ലായിരുന്നു. ഇത് എന്തുകൊണ്ടായിരിക്കാം ഈ സർക്കാർ ഇത്രമേൽ ലഘൂകരിച്ച് ഈ വിഷയത്തെ കാണുന്നത് എന്നാണ് തോന്നുന്നത്? അല്ല, അതിപ്പോ പ്രതിപക്ഷ എംപിയുടെ ഒരു പാസുമായി ഇവർ അകത്ത് കയറി ഈ ബഹളങ്ങളും ഈ മഞ്ഞ പുകയും ഒക്കെ സൃഷ്ടിച്ചിരുന്നത് എങ്കിൽ ഇവരെന്തായിരിക്കും ഇവിടെ ചെയ്യാൻ പോകുന്നത്? മോദിയെ തകർക്കാൻ വേണ്ടി ശ്രമിച്ചു, അല്ലെങ്കിൽ മോദിക്കെതിരായിട്ടുള്ള ഇതായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇവര് അവരുടെ PR വർക്കിലൂടെ എന്തെല്ലാം രാജ്യത്ത് പുകമറ സൃഷ്ടിക്കുമായിരുന്നു, എന്തെല്ലാം പ്രചരണം അവർ അഴിച്ചുവിടുമായിരുന്നു. അതിൽ എങ്ങനെ വോട്ട് സംഘടിപ്പിക്കാമെന്ന് അവരാലോചിക്കുമായിരുന്നു. ഇതിപ്പോ ഭാഗ്യത്തിന് പ്രതിപക്ഷ എംപിയുടെ പാസിലല്ലല്ലോ അകത്ത് കയറിയത്, BJP എംപിയുടെ പാസിലാണ് ഇവർ അകത്ത് കയറിയത്. അപ്പൊ സ്വാഭാവികമായും ഈ കാര്യത്തിൽ BJP എംപിയാണ് പ്രതിക്കൂട്ടിൽ. അവർ ഇതിനകത്ത് സമാനം പറയേണ്ടതുണ്ട്. അപ്പൊ അത് ചർച്ച നടക്കണം. ചർച്ച നടന്ന് ഏത് സാഹചര്യത്തിലാണ് ഈ MP പാസ് കൊടുത്തത് എന്നതിനെ സംബന്ധിച്ചൊക്കെ തന്നെ വിശദാംശങ്ങൾ ഗവൺമെന്റ് ഭാഗത്തുനിന്നും BJPയുടെ ഭാഗത്തുനിന്നും വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട്. വളരെയധികം നന്ദി ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് പ്രതികരിച്ചതിന്.